നമസ്കാരം. വിമർശനങ്ങൾക്കൊരു പഞ്ചവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയാണെങ്കിൽ CPM സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. സർക്കാരിനെ വികൃതമാക്കുന്ന നടപടികൾ ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടായി എന്ന് തന്നെയാണ് പോലീസിനെ മറ്റ് അധികാര കേന്ദ്രങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെയാണ് സംസ്ഥാന സമിതിയിൽ അഭിപ്രായമുയർന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരായിട്ടുള്ള കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ പോലും സംസ്ഥാന സമിതിയിൽ വലിയ വിമർശനങ്ങളുണ്ടായത്. അപ്പോഴും മൗനിയാണ് പിണറായി. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ഉൾപ്പെടെയുള്ള വീഴ്ചകൾ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയപ്പെടുന്ന പോലീസിൻ്റെ നടപടികളാണ് എന്നുള്ള വിമർശനം, അതാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്നു കേട്ട ഏറ്റവും വലിയ പ്രശ്നം. സർക്കാരിനെ വികൃതമാക്കുന്ന നടപടികൾ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നും IG റാങ്കിന് മുകളിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളും പരസ്പരമുള്ള ചേരിപ്പോരും അത് പോലീസിൻ്റെ ആത്മവീര്യത്തെ കെടുത്തിയെന്നും പറയപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ മറ്റു ചില അധികാര കേന്ദ്രങ്ങൾ പോലീസിനെ നിയന്ത്രിക്കുന്നുവെന്ന സ്ഥിതി അത് സംസ്ഥാനത്തുണ്ട് എന്ന വിമർശനം ഇടുക്കി ജില്ലയിൽ നിന്നുണ്ടാകുന്നു. ക്രമസമാധാനം പാലിക്കുന്നതിൽ, പ്രത്യേകിച്ച് ഗുണ്ടാക്രമണങ്ങൾ നേരിടുന്നതിൽ പോലീസിന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് ഭീതി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസിൻ്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള വിമർശനങ്ങളുണ്ടാകും. ഇങ്ങനെ പലതരത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനങ്ങളുണ്ടാകും. രാഷ്ട്രീയ വിമർശനമാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായത്. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്ന തരത്തിൽ പോലീസ് ഇടപെടലുണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ സഹായിക്കാനാണ് എന്നാണ് ഉയർന്ന മറ്റൊരു വിമർശനം എന്ന് പറയപ്പെടുന്നത്. മാധ്യമപ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കുമെതിരെ കേസെടുത്ത നടപടിയും സംസ്ഥാന സമിതിയിൽ വിമർശിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ പ്രാദേശിക തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രാദേശിക തലത്തിലെ പോലീസുകാരുടെ ഇടപെടലുകൾ അതും വിമർശന വിധേയമായി. പല പോലീസുകാരും പ്രാദേശിക തലത്തിൽ ഗുണ്ടകളുമായും ക്രിമിനലുകളുമായും ബന്ധം സൂക്ഷിക്കുന്നു. ഒപ്പം കൊള്ളപ്പലിശ ഇടപാടുമായി ചില പോലീസുകാർക്ക് ബന്ധമുണ്ട് എന്ന് അത് പോലീസുകാരെ കണ്ടെത്തി നടപടിയെടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളത്. ഇതൊക്കെ CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായിട്ടുള്ള വിമർശനം, പോലീസിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന് അനുകൂലമായ ചില വിശദീകരണം നൽകാൻ ശ്രമിച്ചെങ്കിലും അതിനെ കവച്ചുവെക്കുന്ന വിമർശനമാണ് പലപ്പോഴും സംസ്ഥാന പോലീസിനെതിരെ CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായത് എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ഈ വകുപ്പ് ഭരിക്കുവാൻ ഇങ്ങനെ തളർന്ന ഒരു മുഖ്യമന്ത്രി, തളർന്നൊരു മന്ത്രി ഈ ആഭ്യന്തര വകുപ്പിന് ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രി എത്രയൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ മാറി ചിന്തിച്ചിരുന്നാലും ഇതിൽ നിന്ന് പിന്നാക്കം പോകാനല്ലാതെ മുന്നാക്കം പോകാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നുള്ളത്. എന്നിട്ടും ഇത്രയൊക്കെ ക്രമക്കേടുകൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ട് പോലും ആ വീഴ്ചകളൊക്കെ മറച്ചുവെക്കാൻ പിണറായി വിജയൻ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ, അതെന്തിനു വേണ്ടിയാണ് എന്ന് CPM-നുള്ളിലുള്ളവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ വൃഥാ ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് പറ്റില്ല എങ്കിൽ ആഭ്യന്തര വകുപ്പ് എന്നല്ല എല്ലാ വകുപ്പുകളും ഒഴിയുക. ഒരു വകുപ്പും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മാത്രമല്ല മുഖ്യമന്ത്രി പദം വരെ ഒഴിയുന്നതായിരിക്കും താങ്കൾക്ക് നല്ലത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല.